ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് കൊടൈക്കനാലിലെ വിശേഷങ്ങൾ കണ്ടാലോ. ഇത് നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള വ്യൂ ആണേ. ഇന്ന് അളിയൻ്റെ വക രാവിലെ ഒരു കട്ടനൊക്കെ ഉണ്ട്. കപ്പിൾസ് രണ്ടുപേരും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കട്ടൻ കുടിക്കുന്നുണ്ട്. ഇനി ഞാനും പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ. യെസ്, ഫൈനലി അങ്ങനെ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്തു. റെഡിയായപ്പോൾ തന്നെ ലഗേജൊക്കെ കൊണ്ട് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫുഡും കഴിച്ച് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയാൽ മതി. കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോഴത്തേക്ക് നമുക്കുള്ള ഫുഡും വന്നു. ഫുഡും നമ്മൾ അവിടെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. ഇവരുടെ സർവീസ് ആൻഡ് ബിഹേവിയർ വളരെ നല്ലതായിരുന്നു. നിങ്ങൾ ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക്. ഇവിടെ നിന്ന് നേരെ കൊടൈക്കനാൽ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ ആ ഹോട്ടലില്ലേ, അതാണ് ഈ ഹാജി അലി ബിരിയാണി. ഇങ്ങോട്ടൊക്കെ വരുന്നവരൊന്ന് സൂക്ഷിക്കുക. ലേക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ എങ്ങോട്ട് പോകണമെന്നുള്ള കൺഫ്യൂഷനാണ്. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാ അവിടെ ഷേഡ്സിൻ്റെ ഒരു കളക്ഷൻ. പിന്നെ ഞങ്ങൾ 4 പേരും ഓരോന്ന് വീതം എടുത്തിട്ട് സൈക്കിൾ ചവിട്ടാനായിട്ട് ഇറങ്ങി. അവർ രണ്ടുപേരും ഡബിൾ സീറ്റും ഞാനും അനിയനും സിംഗിൾ സീറ്റുള്ള സൈക്കിൾ എടുത്തു. ഡബിൾ സീറ്റ് ഉള്ളതിന് 150യും സിംഗിൾ സീറ്റ് ഉള്ളതിന് 100 എന്തോ ആണ്. നമുക്ക് ഈ ലേക്കിന് ചുറ്റും ഫുള്ളും ഇങ്ങനെ ഓടിച്ചു വരാം. സൈക്കിൾ കിട്ടിയ ആവേശത്തിൽ ഞാൻ അതും കൊണ്ടുപോയി. സൈക്കിളിന് കാറ്റടിക്കണമെന്നുള്ള കാര്യം വരെ ഞാൻ മറന്നു. ആ ഒരു റൗണ്ട് മൊത്തം ഓടിച്ചു വന്നതിന് ശേഷം അറിഞ്ഞത് 5 കിലോമീറ്ററോളം അതിനുണ്ടെന്ന്. ആ ഒരു റൗണ്ട് മൊത്തം കറങ്ങി വന്നപ്പോഴേക്കും ആള് പടമായി. എനിക്ക് ശേഷം വന്നവരൊക്കെ നേരത്തെ എത്തി. ഞാൻ എത്താറായപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അവിടെ പരിസ്ഥിതി ദിനത്തിൻ്റെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ അവിടെ നിന്ന് ലേക്കിലോട്ട് പെഡൽ ബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതില്ല ഞങ്ങൾ വന്നത്. ഫസ്റ്റ് ഒരു 600 പേ ചെയ്യണം. നമ്മൾ റിട്ടേൺ വരുമ്പോഴത്തേക്ക് 300 അവർ തിരിച്ചു തരും. ഈ കാണുന്ന കൗണ്ടറിൻ്റെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടും. അതും വാങ്ങിച്ച് ഇനി നേരെ താഴോട്ട് പോകണം. ഞങ്ങൾക്കുള്ള പെഡൽ ബോട്ടൊക്കെ കിട്ടി. ഇനി അവർ തുഴയട്ടെ, ഞങ്ങൾ ബാക്കിലിരിക്കാം. ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു സൈഡ് പിടിച്ചാണ് പോയത്. വെയിൽ കാരണം ഒരുപാട് നേരമൊന്നും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ മുകളിലോട്ട് കയറി. ഇനി ലൈഫ് ജാക്കറ്റ് റിട്ടേൺ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അവിടെ നിന്ന് പുറത്തിറങ്ങി നേരെ പോയ ഒരു ഐസ്ക്രീം പറഞ്ഞു. ഒരു സ്കൂപ്പ് മതി. ഇനി ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത സ്പോട്ട് ഗുണ കേവ്. അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ഗുണ കേവ് പോകുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് കടകളൊക്കെ ഉണ്ട് സൈഡിൽ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങിന് വേണ്ടി സൈഡിലൊന്ന് പാർക്ക് ചെയ്തായിരുന്നു. അവിടെ തന്നെ ചെറിയൊരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ടായിരുന്നു. അതും കൂടി ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് അവിടെ നിന്ന് നേരെ ഗുണ കേവിലോട്ട് പോയി. അങ്ങോട്ട് പോകുന്നതോറും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഗുണ കേവിൻ്റെ എൻട്രൻസ്. കുറച്ചധികം അകത്തോട്ട് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് താഴോട്ടാണ് നമ്മുടെ ആ ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള സ്ഥലമുള്ളത്. ഈ സൈഡിൽ ആ പിള്ളേർ കളിക്കുന്ന ഡാൻസ് ഏതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ഈ കടയിൽ നിന്ന് ഒരു മിക്സഡ് കടലയും പിന്നെ തൊട്ടടുത്ത കടയിൽ നിന്ന് തന്നെ ഒരു കോളിഫ്ലവർ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നേരെ മ്യൂസിയത്തിലോട്ടാണ് വന്നത്. ഒരു പ്രതീക്ഷയില്ലാണ്ട് വന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രാബ്സിൻ്റെ ഷെൽസ്, പലതരം കല്ലുകൾ, ഒറിജിനൽ ബേർഡ്സിൻ്റെ ഫെതേഴ്സ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ബേർഡ്സുകൾ, ഒരുപാട് അനിമൽസിൻ്റെ തൊലി, അവരുടെയൊക്കെ സ്പെസിമെൻസ്, ഈവൻ മനുഷ്യൻ്റെ പോലും സ്പെസിമെൻസ് ഇവരിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചത് ഹ്യൂമൻ ബേബീസിൻ്റെ സ്പെസിമെൻസ് ആണ്. അവർ പല മന്ത്സിലുള്ളത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1920 കളക്ട് ചെയ്തിട്ടുള്ളത്. ഒരു 100 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. മ്യൂസിയമൊക്കെ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു. താഴോട്ടിറങ്ങിയപ്പോൾ നല്ല രീതിക്ക് ഫോഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പോലെയല്ല, റോഡൊന്നും ഒട്ടും വിസിബിൾ അല്ലായിരുന്നു. പോകുന്ന വഴിക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഓരോ ഹോർലിക്സ് വീതം കുടിച്ചിട്ട് അങ്ങനെ കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ എക്സിറ്റായി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഊട്ടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്